നിങ്ങളിതെല്ലാം റെയിൽവേയുടെ 120 മീറ്ററിലേക്ക് ചുരുക്കുകയാണ്. അല്ല നിങ്ങൾ ഒരു സെക്കൻഡ്, നിങ്ങൾ ഇതെല്ലാമായി റെയിൽവേയുടെ 120 മീറ്ററിലേക്ക് ഒതുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോഴും പറയുന്നത്. ആ മോഡ് ഓഫ് ഓപ്പറേഷൻ റെയിൽവേ ചെയ്തത് ഒരു ആളെ ഇറക്കുന്നതിന് പകരം എന്തുകൊണ്ട് JCB ഇറക്കാനോ ഹിറ്റാച്ചി ഇറക്കാനോ റെയിൽവേ തയ്യാറായില്ല? സഞ്ജീവിന് പോകാൻ ധൃതിയുണ്ട്, അതുകൊണ്ടാണ് മറ്റൊരു ചർച്ച. സഞ്ജീവ് പറഞ്ഞു പൂർത്തിയായിക്കോളൂ. എന്താണ് അതിനുശേഷം അഖിൽ? ഹലോ പറഞ്ഞോളൂ. അല്ല ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഈ 117 മീറ്ററിൽ നടന്ന ഈ ഒരു സംഭവമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ 117 മാത്രം നമ്മൾ ശ്രദ്ധ തിരിക്കുകയും ഈ ബോഡി അവിടെ മാത്രം തപ്പുകയും ചെയ്തു. ഇന്ന് രാവിലെ വന്ന് നേവിക്കാരും ആദ്യം മാത്രമാണ് തപ്പാന്നിരുന്നത്. പക്ഷേ അതിന് തൊട്ട് താഴെ ഒരു 1 കിലോമീറ്റർ താഴെ നമ്മൾ തകരപ്പറമ്പ് പഴവങ്ങാടിയിലെ വളവിൽ വരുന്ന പ്രദേശത്താണ് ഈ മനുഷ്യന്റെ ബോഡി കണ്ടെത്താൻ പറ്റിയത്. അപ്പോ നമുക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് വിങ്, കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിങ് ആയിരുന്നാലും ഹെൽത്തിന്റെ വിങ്ങിനായിരുന്നാലും അതിനെന്താ പറയാനുള്ളത്? ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു ടണലിനെ കുറിച്ചാണ്. ഒരു ടണൽ എന്ന് പറയുന്നത് 117 മീറ്ററിന്റെ ഒരു ടണലിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അവിടുന്ന് പവർ ഹൗസ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഹൗസ് റോഡ് മുതൽ തകരപ്പറമ്പ് വരെ വീണ്ടും ടണലാണ്, വീണ്ടും വലിയ ടണലാണ്. ആ ടണൽ അത്രയും ഒഴുകി അപ്പുറത്ത് എത്തിയെന്ന് വരെയും ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥർക്ക് കൂടി അവിടെ അങ്ങനെ ബോഡി എത്തുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അപ്പൊ ആ പറഞ്ഞ 500 മീറ്ററോളം വരുന്ന ടണലിനെ കുറിച്ച് എന്താണ് ഇപ്പൊ നമ്മൾ ഈ റെയിൽവേ കുറ്റം പറയുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്? പിന്നെ റെയിൽവേ കുറ്റം ചെയ്തില്ല എന്ന് ഞാനും പറയുന്നില്ല, റെയിൽവേ കുറ്റം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന വിസർജ്യങ്ങളോ മലമൂത്ര വിസർജ്യങ്ങളോ കലങ്ങിയ ഒരു സാധനത്തിൽ അത് മനുഷ്യനെ ഇറക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ റൂളിംഗ് ആണ്. ആ റൂളിങ്ങിനെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ഇവിടെ ആളെ ഇറക്കി. അപ്പൊ അത് റെയിൽവേയിലെ കുറ്റം നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ബ്ലെയിം ഗെയിം കളിക്കുകയാണെങ്കിൽ ഈ 117 മീറ്ററിന്റെ അപ്പുറത്തുള്ള കാര്യമല്ല, ഇതിപ്പോ 1 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഈ ബോഡി കണ്ടെത്തിയത്. എന്തുകൊണ്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനോ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ മറ്റുള്ളവർക്കോ ഈ ഒരു ധാരണയില്ലാതെ ഇപ്പൊ ഈ ബോഡി അപ്പുറത്തോട്ട് വന്ന് തപ്പണമെന്നോ അപ്പുറത്തോട്ട് ഈ ബോഡി വരാൻ ചാൻസ് ഉണ്ടോ? ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നു 12 മണിയോ 1 മണി അടുപ്പിച്ച് ഇന്നലത്തെ മഴ വന്നപ്പോഴത്തേക്ക് ഇന്നലത്തെ രക്ഷാശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. കാരണം മന്ത്രിമാർ വന്ന് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അല്ല, ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ തുടക്കം മുതൽ പറയുന്നുണ്ട് 117 മീറ്റർ റെയിൽവേ ഏരിയ. ഈ പറയുന്ന 117 മീറ്റർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭൂപ്രകൃതിയിൽ പെടുന്ന സ്ഥാനമല്ലേ? ഈ പറയുന്ന ഈ രാജ്യവുമായി തന്നെ ബന്ധമില്ലാത്ത ഏരിയ ആണെന്നാണ് ഈ പറയുന്ന കോർപ്പറേഷന്റെ പ്രതിനിധികൾ പറയുന്നത്. അവർക്കും അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്നേ. ഈ പറയുന്ന ആ ഏരിയയിലേക്ക് വരുന്ന മാലിന്യം എവിടെ നിന്ന് വരുന്നു? ഈ ആമയിഴഞ്ഞ തോടുമായി ബന്ധപ്പെട്ട മാലിന്യമൊക്കെ എത്രയോ കാലമായി നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്രയോ കാലമായിട്ട് കുറേ നാളുകളായി നടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഒന്നുകിൽ ഒരു സ്കൂൾ കെട്ടിടം ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ വിഷയം ഇത് ദാരുണമായി പോയി, ഇനിയെങ്കിലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച നടത്തും. സർക്കാർ അതിന് വിവിധ തലങ്ങളിൽ ഘട്ടങ്ങളിൽ അത് നേതൃത്വം കൊടുക്കാമെന്ന് പറയും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മരം കടപുഴുകി ഏതെങ്കിലും വണ്ടിയിലേക്ക് വീണിട്ട് അവിടെ എന്തെങ്കിലും മരണം സംഭവിക്കുക, ആർക്കെങ്കിലും അവിടെ സംഭവിച്ചാൽ പറയും ഈ പറയുന്ന പോലെ നാളുകളിൽ അത് പഠിച്ച് നോക്കാം, ഇനി ആ മരം വീഴാതെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്, അധികാരികളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ 2 ദിവസമാണ് ഒരാൾ കുടുങ്ങി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനകത്ത് കിടന്നത്. അതിനെപ്പറ്റി ഇന്ന് ബഹുമാനായ മന്ത്രി പറഞ്ഞത് ഈ പറയുന്ന പോലെ അതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കുന്നുണ്ട്, എന്താണ് വിഷയമാണെന്ന് ഞങ്ങൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ അപകടം ഉണ്ടായാൽ അതിനെ പഠിക്കാമെന്ന് എടുക്കുന്ന നിലപാടിനപ്പുറം എന്ത് ആത്മാർത്ഥതയാണ് ഇവർ ഈ കാര്യത്തിൽ കണ്ടെത്തിയെന്ന് നമ്മൾ പരിശോധിക്കണം. എത്രയോ കാലമായി ആമയിഴഞ്ഞ തോടിന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ? ഈ എത്രയോ കാലമായി തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലുള്ള മാലിന്യവുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 2015 ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്യയുണ്ട്. എനിക്കത് വ്യക്തമായി എനിക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾക്കെതിരെ പരാതി കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ കേസ് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്ന ഒന്നുണ്ട്. അന്ന് അതുമായി ബന്ധപ്പെട്ട് എത്രയോ കെട്ടിടങ്ങൾ അനധികൃതമായ നിർമ്മാണം നടത്തി എത്രയോ കെട്ടിടങ്ങൾ പൊളിച്ചു പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ കൃത്യമായ ഒരു ഓടയുടെ കർവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അന്നാണ് കുറെ ഓടകൾ കണ്ടുപിടിച്ചത് ജിജി തോംസനും സുരേഷ് കുമാറും ഞാൻ താങ്കളിലേക്ക് വരാം. അല്ല, സഞ്ജീവിന് പോകാൻ ധൃതിയുള്ളതുണ്ട്. സഞ്ജീവ്, ഓപ്പറേഷൻ അനന്ത അത് പിന്നീട് നിലച്ചു പോവുകയാണല്ലോ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ രീതിയിലുള്ള എന്തെങ്കിലും പോസിറ്റീവായുള്ള ഒരു അപ്രോച്ച് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ ഈ മാലിന്യ തോടുകളെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി
അങ്ങനെയൊന്നും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, ഈ സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഈ 2014 ശേഷം ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പേ എന്തെങ്കിലുമൊക്കെ നേരത്തെയുള്ള ഗവൺമെന്റുകൾ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നോ, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സുസ്ഥിര വികസനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹരിത കേരളം, നവകേരളം ഓരോ മിഷനുകളായിട്ട് മാറ്റിയായിരുന്നു. ഇപ്പൊ എല്ലാ ആൾക്കാരും പറയുന്നത് ഇപ്പൊ കരമാലിന്യത്തിൽ നിറഞ്ഞു കിടന്ന പ്രദേശമാണ് ഈ ആമഴിച്ചാൻ തോട് എന്നുള്ളതാണല്ലോ. ഈ കരമാലിന്യങ്ങൾ ഇത് സംസ്കരണം ചെയ്യാൻ വേണ്ടി തന്നെ വേൾഡ് ബാങ്കിന്റെ ഒരു ഇത് വെച്ചിട്ട് ഫണ്ടിങ് വെച്ചിട്ട് ഒരു ഏജൻസി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് മറ്റേ സോൾട്ട് വേസ്റ്റ് പ്രോജക്ട് എന്ന് പറഞ്ഞ സാധനം. ഈ പറഞ്ഞ പ്രോജക്റ്റിലും 73 കോടി രൂപയോളം, ഞാൻ ഇന്ന് ആ ഓഫീസിൽ പോയിരുന്നു. അപ്പൊ 73 കോടി രൂപയോളം കേരളത്തിൽ മൊത്തത്തിലായിട്ട് ഈ സോൾട്ട് വേസ്റ്റിന്റെ വിഷയങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, പ്രോജക്റ്റുകൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്, ഈ പറയുന്ന പൈസകളൊക്കെ ഇങ്ങനെ വിനിയോഗിക്കുന്നു, കാര്യങ്ങൾ ഇതൊന്നും ചെയ്യുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. എല്ലായിടത്തും ഈ എല്ലാ സ്കീമുകളും മിഷൻസും ഉണ്ടാക്കി വെച്ചല്ലാതെ ഇവിടെ ജെന്യൂനായിട്ട് ഒരു സ്ഥലത്തുമില്ല. ഇപ്പൊ ഇവിടെ പുഴ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രം ആമഴിച്ചാൻ തോടിന് ഒരു സ്കീം, അതേപോലെ തെറ്റിയാർ എന്ന് പറഞ്ഞാൽ തെറ്റിയാർ സംരക്ഷണ ദൗത്യം എന്നും പറഞ്ഞൊരു സംഭവം, പാർവീപത്തിനാറ്. ഈ പറയുന്ന എല്ലാം ഫയലുകൾ നമ്മൾ ഓരോ ഫയലുകളെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞതിലൊക്കെ കുറെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ അട്ടിമറിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഈ അട്ടിമറികളാണ് ഇതിനകത്തെല്ലാം പ്രശ്നം. ഈ ആമഴിച്ചാൻ തോടിന് ഈ ഓപ്പറേഷൻ അനന്ത കൃത്യമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ. അതിലുള്ള ഉദ്യോഗസ്ഥരെ ഇപ്പം നടത്തുന്ന ഈ പറയുന്ന പരിപാടികളൊന്നും പങ്കെടുപ്പിക്കുന്നില്ലല്ലോ. അതിലൊന്ന് ജിജി തോമസ് സാർ ഇവിടെ നാട്ടിലുണ്ട്. ഈ പറയുന്ന പുള്ളി KSRTC MD കൂടെ ആയിരുന്നു. അപ്പൊ ആ പറയുന്ന വ്യക്തി, പിന്നെ ഈ മജു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പറയുന്നവരൊന്നും യൂസ് ചെയ്യാതെയാണ് ഇപ്പൊ ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇരുട്ടി തപ്പാതെ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടല്ലോ. അവരെ നമ്മൾ ഒന്ന് വിളിച്ചിരുത്തി ഇനി ഒന്ന് സമചിത്വമായിട്ട് ഈ പറയുന്ന ബ്ലെയിം ഗെയിം നിർത്തിയിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരും ഈ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ഇവിടുത്തെ വാർഡ് കൗൺസിലേഴ്സ് കാണും, മറ്റുള്ളവർ കാണും. ഇപ്പൊ കോർപ്പറേഷന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇവിടെ തുറന്നായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം സ്ലാബ് ഇട്ട് മൂടുക, അങ്ങനെയുള്ള പരിപാടികളിലോട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഇന്നലെ എന്നെ അറിയാവുന്നിടത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 2021 വഞ്ചിയൂർ പ്രദേശത്ത്, കോടതിയുടെ പ്രദേശത്തെല്ലാം വലിയ ബാനർ ഉണ്ടായിരുന്നു, തോട് മൂടി റോഡാക്കണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. അവിടുത്തെ വാർഡ് കൗൺസിലറും മറ്റുള്ളവരും കോർപ്പറേഷന്റെ ആൾക്കാരും ഈ പറയുന്ന MLA-മാരും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ പരിപാടിയാണ്. PWD ഫണ്ട് വെച്ചിട്ട് തോട് മൂടി റോഡാക്കണമെന്ന് പറഞ്ഞ ഒരു ബാനർ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കോർപ്പറേഷനിൽ ഇപ്പം ഇങ്ങനെ ഒരു ആൾക്ക് ആപത്ത് പറ്റിയപ്പോൾ മാത്രം വേറെ ആളുടെ തലയിൽ ബ്ലെയിം ചെയ്യുക. അവർക്ക് ഇപ്പോഴും സത്യം മാനുവൽ സ്കാവെഞ്ചിങ് ചെയ്ത റെയിൽവേക്കാരുടെ എതിരെ വേണമെങ്കിൽ ഇതെടുത്തോ. പക്ഷെ ആ കേസ് എടുക്കാൻ എങ്ങനെ പറ്റും? കാരണം ആ കാര്യത്തിൽ ഇതേ പരിപാടി ഇപ്പൊ റെയിൽവേ ചെയ്യുന്ന സെയിം പരിപാടിയൊക്കെ തന്നെയാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ് അജിത്, അതിനുള്ള മറുപടി. ഇപ്പം ഇതിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാനുവൽ സ്കാവെഞ്ചിങ് ചെയ്യുന്നതായിട്ട് ഇവിടെ ആർക്കും ഒരു അറിവില്ല. മാനുവൽ സ്കാവെഞ്ചിങ്ങിൻ്റെ ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മാനുവൽ സ്കാവെഞ്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സ്യ വിസർജ്ജനം തലച്ചുമടായി കൊണ്ടുപോവുക, അല്ലെങ്കിൽ മത്സ്യ വിസർജ്യത്തിലേക്ക് ആളുകൾ ഇറക്കുക എന്നുള്ളത്. എന്തായാലും നഗരസഭ ഒരു തൊഴിലാളിയെ പോലെ മനുഷ്യ വിസർജ്യത്തിലേക്ക് ഇറക്കിയിട്ടില്ല. മാത്രമല്ല നഗരസഭ എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ JCB അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലീനിങ് നടത്തുന്നത്. എൻ്റെ വാർഡിലടക്കം നഗരസഭയുടെ JCB കൊണ്ടുവന്നാണ് ഞങ്ങൾ ഓട ക്ലീൻ ചെയ്തത്. നഗരസഭ ചെയ്തു എന്നല്ല പറഞ്ഞത്. നഗരസഭയ്ക്ക് എന്തുകൊണ്ട് റെയിൽവേക്കെതിരെ അത് നടത്തിക്കൂടാന്നുള്ളതാണ്. റെയിൽവേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടപടിയെ കുറിച്ചല്ലേ പറയേണ്ടത്. അതിന്റെ സാധ്യതയാണ് ആളെ ഇറക്കി എന്നുള്ളത്, അതല്ലേ ആ രീതിയിൽ വാർത്ത പറയണോ? അതാണ് ആ സാധ്യതയാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ഒരു മനുഷ്യജീവൻ പൊലിയാൻ കാരണം ആ മോഡ് ഓഫ് ഓപ്പറേഷനാണ്. ഇപ്പോൾ ക്ലീനിങ് ആക്ടിവിറ്റി ഇപ്പോൾ നഗരസഭ ചെയ്യാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതിനെ ഞങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നില്ല. ആ ക്ലീനിങ് ആക്ടിവിറ്റി തോടിന് ഇപ്പോൾ ഈ പറഞ്ഞ റെയിൽവേയുടെ 117 മീറ്ററിന് അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട ഭാഗം ഞങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും. അത് ഇവിടെ ഞാൻ പറഞ്ഞത് ആ ഓപ്പറേഷനെ കുറിച്ചിട്ട്, ആ മോഡ് ഓഫ് ഓപ്പറേഷൻ തെറ്റായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയും ഡെപ്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സ്ക്യൂബ ഡൈവിംഗ് സംഘവുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ആ തോട്ട് ഡൈവ് ചെയ്തിട്ട് നൂർന്ന് നിൽക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കല്ല. അവിടെ ഒരു ലെയർ ഫോം ചെയ്തിരിക്കുന്നു. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ആ കോൺക്രീറ്റിനിടയിൽ ലൈക്ക് എന്താണ് ഒരു സാൻഡ്വിച്ച് പോലൊരു ലെയർ അവിടെ ഫോം ചെയ്തു.
അതിനടിയിലൂടെ അണ്ടർ കറണ്ടാണ്, വെള്ളം അതിനടിയിലൂടെയാണ് ഒഴുകി പോകുന്നത്. ഈ മാലിന്യങ്ങൾ നീക്കാൻ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇത്രയും മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കിയത് തന്നെ ഒരു ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നേരത്തെ റെയിൽവേ നീക്കം ചെയ്യേണ്ടതായിരുന്നില്ല. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായി? ഇപ്പം എൻ്റെ വീടിനകത്ത് റെയിൽവേ ബ്ലെയിം ചെയ്യുന്നത് ഞാൻ അതാണ് ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത്. ഇപ്പം ഞാൻ പറയുമല്ലോ, നമ്മുടെ മുദ്രാവാക്യം എന്താണ്? എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഗേറ്റ് കോമ്പൗണ്ടിനകത്തുള്ള മാലിന്യത്തിന് ഉത്തരവാദിത്വം ആർക്കാണ്? എനിക്കാണ്. ഇവിടെ പരിശോധിക്കപ്പെടണം, നമ്മുടെ മാധ്യമങ്ങളടക്കം പരിശോധിക്കണം. റെയിൽവേ നമ്മൾ ഇനി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ സംസാരിക്കുന്നത്. ഇനി ഒരു ജോയിയും കൂടെ നമുക്കിടയിൽ നിന്ന് പൊലിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ ഇത്തരത്തിൽ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയപ്പെടുന്നൊരു സാഹചര്യം ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യജീവൻ്റേതായ വിലയുണ്ട്. അത് മനുഷ്യവിസർജ്യങ്ങൾക്കിടയിലും ഖരമാലിന്യങ്ങൾക്കിടയിലും അഴുക്ക് തോട്ടിലും ചാലിലും വീണ് നഷ്ടപ്പെടേണ്ടതല്ല. ഇത് പലതവണ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇതാ ചെയ്യേണ്ട ആളുകൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ബ്ലെയിം ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. തിരുവനന്തപുരം മേയർക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവർ എല്ലാ കാര്യത്തിലും ബ്ലെയിം ചെയ്യുകയാണ്. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ തെറ്റുകൾ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നാണ്. ഇതൊരു കുട്ടികളെയല്ല ഇവിടെ നടക്കുന്നത്. കുട്ടികളെയല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ഡോക്ടർ ബി ഇക്ബാൽ, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണല്ലോ, അറിയാവുന്ന കാര്യമാണ്. പൊതുജനാരോഗ്യ വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് ആധികാരികത കൂടുതലാണ്. അദ്ദേഹത്തിന് പോലും ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുകയാണ് എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന കാര്യത്തിൽ ഒരു ആശങ്ക. ഇത് പകർച്ചവ്യാധികളുടെ ഒരു വലിയ നഗരമാക്കി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാതെ കുട്ടികളെയല്ല, തിരുവനന്തപുരം മേയർ പദവി എന്നൊക്കെ പറയുന്ന കുട്ടികളെയല്ല. ഈ വാക്ക് തന്നെ പിൻവലിക്കേണ്ടതാണ്. കുട്ടികളി എന്നുള്ള വാക്ക് സത്യത്തിൽ ബി.ജെ.പി. ഭാഷ്യമാണ്. ഇന്നത്തെ കരച്ചിലും കൂടെ, മേയറുടെ കരച്ചിലും കൂടെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ്. മനുഷ്യനാണെങ്കിൽ മരിച്ചത് ഒരു മനുഷ്യനാണ്. മരിച്ചത് ഒരു മനുഷ്യനാണ്.